ഏ ആ എന്താണ് എന്താ മോശം? അപ്പോഴേ നമ്മൾ 2 ദിവസങ്ങൾക്ക് ശേഷം നമ്മളെത്തിട്ടോ. മലയ്ക്ക് പോവുമായിരുന്നില്ലേ, മലയ്ക്ക് പോക്ക് കഴിഞ്ഞ് വന്നു. ഇന്ന് രാവിലെയാണ് വന്നത്. രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മണി 1:30 കഴിഞ്ഞപ്പോൾ വന്നു കേട്ടോ, പുലർച്ച. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സത്യം പറയാ ഇന്നലെ എപ്പോൾ വരും പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരുന്ന് നമ്മൾ ഉറങ്ങിയില്ല. അപ്പോൾ രാവിലെ നമ്മൾ കാണിപ്പാട്ടിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്ക് കാല് ഭയങ്കര വേദനയായിരുന്നു. കാലുവേദന ചെയ്യാൻ പറ്റില്ല. കാലുവേദന ആയിട്ട് ചെയ്യാൻ പറ്റാണ്ടല്ല കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയല്ല, കാലുവേദന ചെയ്യാൻ പറ്റില്ല. കാലുവേദന വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എടി എന്തടി അറിയാണ്ട്, ഞാനല്ലേ ഏട്ട കോഴിക്കോട് പോയപ്പോ വീഡിയോ എഡിറ്റ് ചെയ്തത്. ഇപ്പൊ ഞാൻ അത് കൊറേയൊക്കെ മറന്നുപോയി. അത് ഈ ഫോണിലൊന്നല്ല നീ ചെയ്ത ഫോണ് വേറെയാണ്. ഏട്ടൻ ഈ ഫോണിൽ ചെയ്തിട്ടില്ല, മറ്റേ വലിയ ഫോൺ എന്ന് പറയുന്നത്. ചെറിയ ഫോണിലാണ് കേട്ടോ ചെയ്ത്. ഇപ്പൊ വലിയ ഫോണെന്നല്ല, ഇപ്പൊ നമ്മളെ ഓപ്പോല് അതിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതില്ലേ എന്താ, എനിക്ക് ആ ഫോണിൽ പിടുത്തവും കിട്ടില്ല. മറ്റേത് വിവോ ഫോണിലാണ് ചെയ്തത് അല്ലേ. അമ്മു സഹായിക്കും, തമ്പനയിൽ ഉണ്ടാക്കണത് അമ്മു. ഇപ്പൊ അമ്മൂനെ കാണുന്നില്ല വീഡിയോയിൽ. എല്ലാവരും ചോദിക്കും അമ്മൂനെ കാണില്ല. ഇപ്പൊ അമ്മുക്കുട്ടി വലുതായില്ലേ, പക്വത വരികയാണേ അല്ലേ അമ്മു? അതല്ല, ഞാൻ അമ്മുമ്പാടെ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഞങ്ങൾ രണ്ടാളും തെറ്റും. എന്താണെന്നറിയില്ല, ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര യോജിപ്പാണ്. ഞങ്ങൾ രണ്ടാളും ഒരു നാളാണ് കേട്ടോ, അത്തന്നാളാണ്. എൻ്റെ അമ്മ പറയും അത്തം പോത്താണെന്ന്. അപ്പോൾ ഈ പോത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പൂർക്കുള്ളൂ അത്രേ. പോത്തോ എരുമ എന്തായാലും വീഡിയോ എടുത്തില്ല 2 ദിവസമായിട്ട്. പോത്താ ശരി, എരുമയാലും ശരി. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത്. ഫോണിങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് ഫുള്ള് വീഡിയോ വരുന്നത്. ഒരു പെൺകുട്ടി എന്നും പറയാൻ പറ്റില്ല, ഒരു വ്യക്തി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അയ്യോ അവിചാരിതല്ല വേണമെന്ന് വെച്ചാൽ ഒരാളെ ഉപദ്രവിക്കുന്ന രീതിക്ക് വീഡിയോ എടുത്ത് അയാൾ മരണപ്പെട്ടു. മാനം കെട്ട് അയാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഫുള്ള് വീഡിയോ അത് മാത്രം. എനിക്ക് കണ്ട ആകെ വിഷമമായി. നമ്മള് നമ്മുടെ ചാനലിൽ തന്നെ 7 വീഡിയോ എടുത്ത് മോഷ്ടിച്ച അവരുടെ സ്വന്തം ചാനലിൽ പോലും നമ്മൾ ആ വ്യക്തികളുടെ പേരോ അവരുടെ ചാനലിന്റെ പേരോ അവരുടെ ഫോട്ടോയോ വീഡിയോ ഒന്നും നമ്മൾ പബ്ലിക് ആക്കിയിട്ടില്ല. ഒന്നും പബ്ലിക് ആക്കണ്ടേന്ന് നമ്മൾ അവർക്ക് വേണ്ടി റിയാക്ട് ചെയ്ത്. പിന്നെന്താ, നമ്മൾ ഒരാളെ അത്രയും ബുദ്ധിമുട്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് വിഷമം തന്നിട്ട് 7 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ അരമണിക്കൂറിനടുത്ത് അവർ റീപോസ്റ്റ് ചെയ്തിട്ട്, എന്നിട്ട് കൂടി നമ്മൾ അവരുടെ മുഖം കാണിക്കാനോ അവരുടെ പേര് പറയാനോ അവരുടെ ഫോട്ടോ കാണിക്കാനോ ഒന്നും ബുദ്ധിമുട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ റീച്ചിന് വേണ്ടിയിട്ടാലും ശരി, കണ്ടന്റിന് വേണ്ടിയിട്ടാലും ശരി, ഒരാളെ ഉപദ്രവിച്ചിട്ട് ഒരാളുടെ ജീവിതം നാശമാക്കിയിട്ട് ഇനി അവരുടെ അച്ഛനും അമ്മയ്ക്കും ആകെ ഒരു ആശ്രയം ആ മനുഷ്യനാണ് പറഞ്ഞു. അതെ, അത് നല്ലൊരു വ്യക്തിയായിരുന്നു അത്ര. അയാളെ വേണച്ചിട്ട് ഫുള്ള് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഒരു കാര്യം പറ്റേ, ആ പെൺകുട്ടിക്ക് എന്താ അപ്പ പ്രതികരിക്കാൻ പറ്റാഞ്ഞത്? പ്രതികരിക്കാൻ വേണമെന്ന് വെച്ചിട്ട് ഒരാളെ ചതിക്കുന്ന രീതിക്ക് വീടിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് അയാളുടെ മേത്തേക്ക് പോയിട്ട് മുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫുള്ള് വീഡിയോ വരുന്നത്. അയാളെ നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് നിൽക്കുന്നതാണ്. പിന്നെ അയാളുടെ മേത്തേക്ക് അങ്ങോട്ട് പോയി മുട്ടുന്ന രീതിക്കൊക്കെ വീഡിയോയില് എല്ലാരും റിയാക്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അയാളുടെ ജീവിതം നാശാക്കിയിട്ട് എന്ത് റീച്ച് കിട്ടിയിട്ട് ഒരാളെ പറ്റിച്ചിട്ട് ഒരാളെ നാശാക്കിയിട്ട് ഒരാളെ ഉപദ്രവിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട്, വീഡിയോ അല്ല ഇനി എന്തെന്നെ ജീവിതത്തിൽ നേടിയിട്ട് എന്താ കാര്യം? സത്യം. ആ ശാപം അല്ല, ഒരു കുടുംബത്തിന് മുഴുവൻ ശാപമാണ്. മോശമായ ഒരാള് പ്രതികരിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞു വെച്ചാൽ അപ്പൊ പറയാണ്ട് പിന്നെ പറയുമ്പോ അത് കണ്ട് സൂചിച്ചു നിന്നിട്ടല്ലേ, അങ്ങനെയല്ലേ ശരിക്കും പറയാ? കണ്ട് സൂചിച്ചു നിന്ന് ഞാൻ പറയാം, ഞാനത് ഇതൊക്കെ വേണമെന്ന് വെച്ചാൽ ഒരാളെ അല്ല. അപ്പൊ പ്രതികരിക്കാതെ നിക്കുമ്പോ എന്താ അവരതിന് സപ്പോർട്ട് ചെയ്തു തന്നെയല്ലേ പറയാ, അല്ലേ മാ? നമുക്ക് മോശമായ ഒരു വാക്കോ ഒരു നോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ പ്രതികരിക്കണം. ആ കുട്ടി വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയിട്ട് ഒരാളുടെ ശരീരത്തിൽ മുട്ടിയെന്നൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞ് പോരെ. അയാൾ ഇങ്ങോട്ട് വന്ന് മുട്ടിയല്ലേ, അയാൾ മുട്ടി അയാളെ ആ രീതിക്ക് അയാൾ ഇടപെട്ടുന്നല്ലേ അത് പറയാൻ പറ്റുമോ? ഇത് അങ്ങോട്ട് പോയിട്ട് മുട്ടിയെന്നൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട്
അയാൾ മോശക്കാരനാന്ന് പറഞ്ഞാൽ അയാൾ ഒരു പക്ഷേ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം. പിന്നെന്താ, അയാളുടെ കല്യാണം കഴിഞ്ഞല്ലേ? അത് കല്യാണം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് കുറേ വീഡിയോ ഇതിനെക്കുറിച്ച് കണ്ടപ്പോൾ അയാളുടെ ഫാമിലി ഡീറ്റെയിൽസ് ഞാൻ തിരഞ്ഞു നോക്കിയില്ല. എനിക്ക് ആകെ വിഷമമായി കണ്ടപ്പോൾ. കാരണം ഒരു വ്യക്തി ചിലപ്പോൾ അത് അറിയാണ്ട് നിൽക്കുമ്പോൾ നമ്മളൊക്കെ ബസ്സിലല്ല എവിടെയെങ്കിലും ഇതേപോലെ നിൽക്കുമ്പോൾ നമ്മൾ യാതൊരു ബന്ധം ഉണ്ടാവില്ല ഈ ഒരു കാര്യത്തിന്, നമ്മൾ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. ഒരാൾ ഇതേപോലെ ഒരു കണ്ടന്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ നാലാളെ അറിയുമ്പോൾ നമ്മൾ എത്ര മോശക്കാരനായി നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? പിന്നെന്താ, സത്യം. ഇത് തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ആ വ്യക്തി അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല ചിലപ്പോഴേ. നമ്മുടെ ഒരു കാര്യം തന്നെ പറയട്ടെ, നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് എത്രയും ആൾക്കാർ തെറിച്ച് വീഡിയോ വന്നപ്പോൾ അവരുടെ ചാനൽ നിങ്ങൾ പറയെന്ന് പറഞ്ഞിട്ട് കുറേ നമുക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ടിരുന്നു. പക്ഷെ നമ്മൾ അപ്പോഴും കൂടി എന്താ വിചാരിച്ചത്, നമ്മൾ അവർ ചെയ്യുന്ന പോലെ നമ്മളാവാൻ പാടില്ലല്ലോ എന്നേ ചിന്തിച്ചുള്ളൂ. എന്താ അത്, സൈക്കിളിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മലയാത്ര? കുഞ്ഞു പറ, കുഞ്ഞാ തിരക്കുണ്ടായിരുന്നടാ? പോയി. കുഞ്ഞി കാടയാണ്. പിന്നെ കാട ആടിന്റെ വലിപ്പുണ്ടാവുമല്ലോ. കുഞ്ഞിക്കാടേന്ന് പറയാൻ ഉണ്ടോ? എന്താ കണ്ടില്ലേ വരുന്ന വരവ്. ദൈവമേ, വണ്ടി വണ്ടി വണ്ടി. ശബരിമലയ്ക്ക് പോയതിന്റെ ഏട്ടാ അതിന്റെയാണ് ഈ കാണുന്നത്. എന്താ, മലയാത്രയുടെ അവന് കിട്ടിയതാണ്. എന്റെ അച്ഛനെ ശബരിമലയിൽ പോയിട്ട് വരുമ്പോഴേ ഈ അച്ച് വാങ്ങിയിട്ട് വരും. കൺമഷിയില് ഈ അച്ച് മുക്കിയിട്ട് നെറ്റിയിലിടും. അച്ച് പൊട്ടിന്റെ അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഒരു ഇതില് താമര, എന്താ പൂവ്, ഓരോ രീതിയിലുള്ള അച്ചുകൾ കൺമഷിയിൽ മുക്കുക, എന്നിട്ട് അത് നെറ്റിയിലിടുക. ഈ കണ്ടിട്ടില്ലേ അത്? അങ്ങനത്തെ അച്ചുകൾ ഉണ്ടായിരുന്നു. എത്രയേ പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുവരാന്നറിയോ? ഇപ്പോൾ ആ സംഭവമൊക്കെ നമ്മുടെ മക്കൾ കണ്ടക്കണമെന്നറിയില്ല. കണ്ടക്കണമെന്ന് ഞാൻ തന്നെ കണ്ടിട്ടില്ല. ഈ പറയുമ്പോൾ ഞാൻ തന്നെ അറിയണത്. അങ്ങനത്തെ ഒരു അച്ചുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ അച്ച് കണ്ടിട്ടുണ്ടോ? അതേപോലെ പിന്നെ കളർ പൊട്ടുകളെ, പിന്നെ അതേ കഴിഞ്ഞിട്ട് പിന്നെ കുങ്കുമം വേണ്ട. കാരണം എന്താണെന്നറിയോ, കുങ്കുമം കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തെ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് 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 അലമാരയിൽ മൊത്തം പോയി അങ്ങനെ വൃത്തികേടായി. തുണി കൂടെ ഒക്കെ കഴിഞ്ഞ ആ സമയത്ത് ഇപ്പൊക്കെ അല്ലേ 20 രൂപ 25 റുപ്യ കൊടുത്ത കുങ്കുമം പേസ്റ്റ് കിട്ടും. അപ്പൊ ലിക്വിഡ് ഞാനിപ്പോ അതാട്ടോ, അതാണ് ചെയ്യാ. ഇവിടെ കുങ്കുമായിരുന്നു. അച്ഛനും കുങ്കുമം ഇടും. ആ അച്ഛൻ വിളക്കിന് പോയിട്ട് കൊണ്ടുവരുമ്പോ വെച്ചതാ. വരും. അപ്പം നമ്മക്കേ ഞാൻ പോരാട്ടോ, അരി അരയ്ക്കാനെടുത്തേ. നമുക്കേ അരി അരക്കണ്ടേ? നാളെ എന്താ വേണ്ട? ഇഡ്ഡലി ഉണ്ടാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ്ടോ പൂജ കഴിഞ്ഞതിൻ്റെ നിലവിളക്കുകൾ. ഈ നിലവിളക്കും ഇത് മായ ചേച്ചി തന്നതാ. ഈ നിലവിളക്ക് ഇത് ആവശ്യത്തിനുള്ള വലിപ്പമുള്ളത് അല്ലേ? അത് സുകന്യയുടെ കേട്ടോ. പിന്നെ അത് നമ്മുടെ അമ്മൂട്ടീനെ പ്രസവിച്ച് വരുമ്പോൾ തന്നതാണ് ഈ വിളക്ക്. നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ചടങ്ങുകളുണ്ട്. അപർണാനി ആർച്ചാനിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ. അപർണയ്ക്ക് തരുമ്പോഴേ വീട്ടിൽ കുറച്ച് തേക്ക് ഉണ്ടായിരുന്നു, തേക്ക് മരങ്ങൾ കുറച്ച്. ആ തേക്ക് മരം മുറിച്ചിട്ടാണ് കേട്ടോ അമ്മൂനെ പ്രസവിച്ച് വരുമ്പോൾ സാധനങ്ങൾ വാങ്ങിയത്. അന്ന് 15,000 രൂപ കിട്ടി തേക്ക് കൊടുത്തപ്പോൾ. ആ 15,000 രൂപയ്ക്ക് ഇക്കുള്ള സാധനങ്ങൾ വാങ്ങി തന്നു. അതൊക്കെ നെയ്യൊക്കെ ഉണ്ടച്ചു. അപ്പോൾ ഇന്ന് പറയുമ്പോഴേ ഇന്നൊന്നും അങ്ങനത്തെ ഒരു ചടങ്ങും വേണ്ട, നമ്മളത് ചെയ്യൂല കേട്ടോ. കാരണം എന്താണെന്നറിയോ, വെറുതെ. എന്നിട്ട് പിന്നെ നമുക്ക് വീടാകുമ്പോഴേക്ക് ഇത്രയും വർഷങ്ങൾ കഴിയും. അമ്മ ഉപയോഗിച്ചതൊക്കെ ഉണ്ടാവില്ലേ? എന്നിട്ട് ഇതിപ്പോൾ വീട്ടിലത്തെ അമ്മ വന്നിട്ട് എത്ര ഉരച്ചക്കണമെന്നറിയോ? കാരണം നമ്മളിത് എടുക്കണില്ലല്ലോ, എടുക്കാണ്ട് വെക്കുകയല്ലേ. അപ്പോൾ പ്രസാദമൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ പ്രസാദം. അപ്പം അതൊക്കെ എല്ലാവർക്കും കൊടുക്കണ്ടേ. പിന്നെ നോമ്പും മുറിക്കണ്ടേ. പിന്നെ ചിലർ പറഞ്ഞിരുന്നു കുറേ ദിവസം നോമ്പായിട്ട് പോകണം എന്നുള്ളത്. ഈ പെൺകുട്ടികളൊക്കെ ഉള്ള സ്ഥലത്തേ
നമുക്കറിയണ്ടല്ലേ നമ്മള് 41 നോമ്പ് 3 വർഷം മലയ്ക്ക് പോവില്ലേ, 3 വർഷം മലയ്ക്ക് പോകുമ്പോൾ 41 നോമ്പ് സ്ഥിരം എടുത്തിട്ട് പോകും. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ 3 വർഷം മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു പ്രശ്നം. അങ്ങനെ ചെയ്തേ പോകാൻ പറ്റുന്നിട്ടൊക്കെ പോക്ക് മുടക്കേണ്ടി വരും, പോക്കും പോവാതിരിക്കേണ്ടി വരും. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗുരുസ്വാമിയോട് ചോദിച്ചപ്പോൾ ഗുരുസ്വാമി പറഞ്ഞു, പിന്നെ ഓരോ നാട്ടിലെ നമ്മുടെ ഓരോ വിശ്വാസങ്ങളല്ലേ അല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അച്ഛൻ അയ്യപ്പ വിളക്കുകാരനായിരുന്നു, പക്ഷെ അച്ഛൻ അന്ധമായ ഒരു വിശ്വാസം അച്ഛൻ കാണിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, അല്ലേട്ടാ? അന്ധമായ വിശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ മലയ്ക്ക് പോകുമ്പോഴൊക്കെ 41 നോമ്പെടുത്തിട്ട് അച്ഛൻ പോകും. ഞാൻ അച്ഛൻ വന്ന് കണ്ടിട്ടില്ല, മലയ്ക്ക് പോണത് കണ്ടിട്ടില്ല. നല്ല ചെറുപ്പത്തിൽ എൻ്റെ കുട്ടിക്കാലത്താണ് അച്ഛൻ പോയിട്ടുള്ളൂ, അല്ലാണ്ട് അച്ഛൻ പിന്നെയൊന്നും അച്ഛൻ പോയിട്ടില്ല. അച്ഛന് കുറേ കാര്യങ്ങൾ അച്ഛൻ ഇതിനി എടുത്ത് വെക്കാൻ കുറേ മല കയറിയിട്ടുണ്ട്. ഇന്നേ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. വെക്കാൻ നോക്കുമ്പോൾ എന്താണെന്നറിയോ, വിറകില്ല. എന്നിട്ട് പിന്നെ ഇതാ കണ്ടോ വിറക് കൊണ്ടുവന്നിട്ടത് അതാ അവിടെ ഉച്ച വരെ വിറകിന് പൊക്കുമായിരുന്നു കേട്ടോ, കണ്ടില്ലേ? വിറകുണ്ടാക്കി കുറേ വിറക് അപ്പുറത്തും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനത്തിന്റെ സ്വിച്ച് ഉണ്ട് കേട്ടോ, ഇനി മേലെ അതിങ്ങനെ ഇട്ട് വെക്കരുത്. ആരെങ്കിലും ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നീ ഇതിന് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ കൈ കേട് വരും. മനസ്സിലായി? ഏതാണ്ടേ ആ കറുത്തത് മനസ്സിലായി. അത് ഞാൻ അത് അന്ന് ഞാനോ അല്ല സ്വാമിച്ചേരൻ 2 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ആക്കിയത്. ലാസ്റ്റ് നമ്മള് പിന്നെ ഇവര് പോയി കഴിഞ്ഞിട്ട് നമ്മളൊന്നും പലഹാരം ഉണ്ടാക്കിയില്ല കേട്ടോ. അതന്നെ പലഹാരം ഉണ്ടാക്കി ഇനി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം പറയാ അറിയില്ല. കുട്ടികൾ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ സ്വിച്ചിലാണ് പവർ ഓണോ ഓഫ് എന്നും പറഞ്ഞിട്ട് നേരിട്ട് നമ്മുടെ മക്കള് ആരാണ് എന്താ അത് അച്ചു ചെയ്യും, ഇടയ്ക്ക് അച്ചു ചെയ്യല്ലേ. ഇന്നലെ അച്ചുട്ടിയില്ലേ എന്താ സോയാബീൻസ് കറിയും ചപ്പാത്തി ഉണ്ടാക്കിയിട്ടോ നന്നായിട്ടുണ്ടായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ കിച്ചു, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതാ എനിക്ക് ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണിത്, അല്ലേ? നിനക്ക് കൊണ്ടുവന്നതാ? നിനക്ക് മാത്രം കൊണ്ടുവന്നാ? നെയ്യൊറ്റയ്ക്ക് വെച്ചോ. എന്താ ഇത്ര പ്രധാനപ്പെട്ട സാധനം അതൊക്കെ മാത്രം കൊണ്ടുവന്നത്? ഇനി ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ആ ഭാഗത്ത് കൊണ്ടുപോയി വെക്കണം കേട്ടോ. നല്ല ഡപ്പകളാട്ടോ അത്. എന്താ വേണ്ടവര് വാങ്ങിക്കോളൂ, എന്തായാലും ഉപകാരം ഉണ്ട് അല്ലേ? കാണാനും നല്ല വൃത്തിയുണ്ട് കാണാൻ. അടപ്പ് മുറുക്കണ്ട്, അതുകൊണ്ട് ഉപകാരപ്പെടുന്ന അടുപ്പ് മുറുക്കണ്ട്. മറ്റേത് ചിലതൊന്നും അടപ്പ് മുറുക്കണ്ടാവില്ലല്ലോ. ഇതൊക്കെ വൃത്തിയുണ്ട്. ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കേണ്ടതാണ്. ഇന്നാണ് കേട്ടോ അയ്യപ്പ വിളക്കിൻ്റെ കാണിപ്പാട്ടിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയത്. ഇന്നാണ് ഗുരുസ്വാമി വന്നിട്ട്. അമ്മുത് അവിടെ ഫോണിൽ നോക്കിയിരിക്കുന്നു, കിച്ചു അത് അവിടെ കിടക്കണു. എന്താണ് കോലല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം അനിയേട്ടനൊക്കെ മലയാത്ര കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര ക്ഷീണമാണ് എന്നറിയാലോ. എന്താ 2 ദിവസത്തെ 7 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു അത്ര അവർക്ക് അവിടെ പോയിട്ട്. കാരണം ഭയങ്കര തിരക്കാത്രേ. ഭയങ്കര തിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. ആദ്യമായിട്ടാണ് ഏട്ടനൊക്കെ പോകുമ്പോൾ ഇത്ര തിരക്ക് അവർ കാണണമെന്നാണ് പറയുന്നത്. അനിയനും കുട്ടികളും കിച്ചൂട്ടൻ്റെ കാലിൽ അപ്പയ്ക്കൊരു കാല് പൊള്ളൊക്കെ വന്നിട്ടേ അതൊക്കെ പൊട്ടിച്ച് വിട്ടിട്ട് അത്ര കിച്ചുവിൻ്റെ വേദന കുറഞ്ഞേക്കണത്. അപ്പം അങ്ങനെ എല്ലാവർക്കും എന്താ നമ്മുടെ കുഞ്ഞിന് മാത്രം കണ്ടോ ഓടി നടക്കുക കണ്ടില്ലേ? കുഞ്ഞു അവൻ്റെ കയ്യിലൊരു 500 രൂപ ഉണ്ട് കേട്ടോ. ആ 500 രൂപയും കൊണ്ട് കോറിന് നേരായി എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങിയിട്ട്, വല്യമ്മ കുഴിമന്തി റൈസ് വാങ്ങല്ലേ എന്ന് ചോദിക്കണം. അപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നോമ്പറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മളത് തൊടുമ്പോൾ എന്താ ശുദ്ധിയില്ലാതെ ഇല്ലേ, അപ്പം അത് കാരണം എല്ലാവർക്കും കൊടുത്തതായിട്ട്. അനിയൻ്റെ സൗണ്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോവാം. അപ്പോൾ പിന്നെയും അറിയാൻ കേട്ടോ, നമ്മളൊരാൾക്ക് ബുദ്ധിമുട്ടാവണ രീതിയിൽ ഒന്നും ചെയ്യരുത്, എന്നിട്ട് നമുക്കൊന്നും കിട്ടില്ല. എല്ലാവർക്കും നന്നാവണം, നല്ല രീതിക്ക് എത്തണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ഒരാളെ വേദനിപ്പിച്ചിട്ടോ ഒരാളെ മാനം കെടുത്തിയിട്ടോ ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടോ അങ്ങനെയൊന്നും നേടിയിട്ട് ഒരു കാര്യം. അതിനേക്കാൾ സമാധാനം കിട്ടുക നമുക്ക് ഒന്നും ആവാതിരിക്കുമ്പോഴാണ്. ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്കില്ലേ. അന്നന്ന് കുടിക്കുക. എൻ്റെ അമ്മ പറയും ഇടാനുള്ള ഡ്രസ്സും കിട്ടുക, അതേപോലെ തന്നെ കഴിക്കാൻ വയറ് നിറച്ച് കഴിച്ചിട്ടില്ലെങ്കിലും മിതമായി കഴിക്കാനുള്ള കഞ്ഞിയാണോ പറഞ്ഞു വെച്ചാലും കഞ്ഞിയും ചമ്മന്തിയാണോ വെച്ചാലും കിട്ടിയാൽ മതി എന്നും പറയും. ആരാൻ്റെ മുതൽ കക്കരുത്,
കളവ് പറയരുത് എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയില്ലേ, എപ്പോഴും അങ്ങനെ അമ്മ പറയാറുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ എന്താ നമ്മൾ തന്നെ വിചാരിക്കുകയാണ്, വേറെയുള്ളവരെയും കൂടി ഈ ഒരു കണ്ണിൽ കൂടെയല്ലേ ആൾക്കാർ കാണുക അല്ലേ. നല്ലത് ചെയ്ത് നടക്കുന്ന ചിലവരെയും കൂടിയും ഈ ഒരു കണ്ണിൽ കൂടെ കാണും. ബുദ്ധിമോശമായിരിക്കാം ചിലപ്പോൾ അവരുടെ, പക്ഷെ എന്തായാലും അവരത് നിസ്സാരമായിട്ട് കണ്ട നിസ്സാരമായിട്ട് ഒരു ജീവൻ എത്രയോ പേര് വീഡിയോ അതേപോലെ ചെയ്യുന്നത്. പക്ഷെ എന്താ വെച്ചെങ്കിൽ ആ ഒരു കണ്ടന്റ് പറഞ്ഞത് അത്ര നല്ല കണ്ടന്റ് ഒന്നല്ല. ഒരാളെ മാനം കെടുത്തിയിട്ട് ഒന്നും നേടിയിട്ട് ഒരാളുടെ ജീവൻ പോയാൽ തിരിച്ചു കിട്ടാൻ പറ്റുമോ? നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു മൃഗാദികളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു മിക്സി കേടുവന്ന് വാങ്ങിക്കൊടുക്കുക, ബാക്കിയുള്ള എന്ത് സാധനം നമുക്ക് വാങ്ങിക്കൊടുക്കാം. പക്ഷെ ഒരു ജീവന്റെ വില അത് എത്രത്തോളാന്ന് അറിയാത്തത് കൊണ്ടാണ് അവ പറയുക. ഇനി ആ കുട്ടിക്കുള്ളതും ആയില്ലേ അല്ലേ, ജീവനാന്ത കാലം മുഴുവൻ അനുഭവിക്കാനായില്ലേ ഈ ഒരു ഇത്. അപ്പോൾ എന്താ നമുക്കും വിഷമാവുക, നമ്മുടെ വീട്ടിലും അച്ഛനും ഏട്ടന്മാരും എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ മക്കളുടെ അടുത്താണ് വെച്ചാൽ നമ്മൾ പറയുന്നത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പം പ്രതികരിക്കുക, അത് നാളേക്കോ മറ്റന്നാളേക്കോ ഒന്നും വിൽക്കരുത്, അപ്പം പ്രതികരിക്കുക, അപ്പം അങ്ങോട്ട് ഇതാക്കുക. നമ്മുടെ കയ്യിൽ തെറ്റാണെന്ന് പറയുമ്പോൾ ഇത്രയും ബസ്സിൽ ആൾക്കാർ മുമ്പ് ആരും പ്രതികരിക്കാതിരിക്കുമല്ലോ ഏട്ടാ. നമ്മളതാണ് ഒരു വീടെടുക്കുമ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരാളെ ഉൾപ്പെടുത്താത്ത, ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തേക്ക് കിടക്കാത്തത് അതുകൊണ്ടാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഒരു രീതിക്കും വരുത്താത്ത രീതിക്ക് നമ്മളെപ്പോഴും കണ്ടെത്താം. ചില സമയത്ത് നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ അടുത്ത വീടുത്തവരൊക്കെ ഉണ്ടാവും, അപ്പുറത്തെ വീടത്തെ ഇപ്പുറത്തെ വീടത്തൊക്കെ അവര് ആൾക്കാരുണ്ടാവും. ഇല്ലമ്മോ നമ്മുടെ അപ്പം അവർ അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് കണ്ടു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് മനസ്സിലാവും അവർക്കത് താല്പര്യം ഇല്ലാണ്ടാണ്, നമ്മളത് മാറ്റാണ്ടാണ്. ഇപ്പം ഞങ്ങളുടെ തൊട്ട വീടുന്ന് അവർ പറഞ്ഞിരുന്നു, നിങ്ങളുടെ പോലെ ഒത്തൊരുമ വേറൊരു വീട്ടിലിപ്പോൾ കാണാനില്ല, ഏറ്റവും കൂടുതൽ ഒത്തൊരുമുള്ള ഒരു വീട് നിങ്ങളുടെ വീടാണ് എന്നുള്ളത്. അത് എന്താ നമ്മളില്ലേ ഒരാൾക്ക് കൊടുക്കേണ്ട ഓരോ വിലകൾ നമ്മൾ കൽപ്പിക്കും കൊണ്ടാണ്, അല്ലാതെ അവരുടെ ഇഷ്ടമല്ലാതെ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞു വെച്ചാൽ അതിനൊന്നിനും ഒരു വില ഉണ്ടാവില്ല. ഉണ്ടാവും കേട്ടാ. വീഡിയോ നിർത്തുകയാണേ. ഇനി എനിക്ക് അവിടേക്ക് പോകണട്ടോ. ഒന്ന് എന്താ നമ്മൾ കാട വാങ്ങിയിട്ടുണ്ട്, കാട. അപ്പം അത് ചില്ലി ഉണ്ടാക്കിയിട്ട് നമ്മൾ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പറ്റിയ നമുക്ക് വീഡിയോ എടുക്കാം, ഇല്ലെങ്കിൽ എങ്ങനെ പറയുക വിശേഷങ്ങൾ. ഇന്നിപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ, ഇത്രയും ദിവസം ഇവിടെ ആയിരുന്നില്ലേ. അപ്പം ഇന്ന് എന്തായാലും നോമ്പറക്കണതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ്. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇടാട്ടോ, കാരണം കുറേ നമ്മുടെ ഫ്രീ ആയി എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് അല്ലേ. നമുക്ക് ആകെ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നത് ഈ കാണിപ്പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവർക്കും സന്തോഷമായി, കാരണം അച്ഛൻ്റെ ഒരു ആഗ്രഹം ഞങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ. നമുക്ക് നല്ലൊരു വിഷമവും തോന്നിയിരുന്നു, കാരണം അച്ഛനില്ലാണ്ടല്ലേ ഞങ്ങളിത് ചെയ്യേണ്ടി വന്നില്ലേ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പച്ചുള്ള സമയത്താണ് വെച്ചാൽ ഒന്നും കൂടി നന്നായിനെ. എന്താ വെച്ചാൽ അച്ഛൻ ചെയ്യണ കല ഞങ്ങളും കൂടി കാണുമ്പോൾ അച്ഛൻ എത്രത്തോളം സന്തോഷം ഉണ്ടാവും. പക്ഷെ അതൊന്നും കാണാൻ ഓരോരുത്തർക്ക് കണ്ടില്ലേ, ഓരോ ഇതാണ്. അവസരം കിട്ടിയില്ല അല്ലേ ഏട്ടാ, ഭാഗ്യം അവസരവും കിട്ടിയില്ല. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.